1973 വേനൽക്കാലം. തുടർച്ചയായി 3 തവണ യൂറോപ്യൻ രാജാക്കളായി അയാക്സ് വാഴ്ന്നുകൊണ്ടിരിക്കുന്ന സമയം. ലോകത്തിലെ മികച്ച കളിക്കാരൊക്കെ അണിനിരക്കുന്ന ഒരു ട്രമെൻഡസ് ടീം. കോച്ച് ജോർജ് നോബലിൻ്റെ കീഴിൽ അണിനിരക്കുന്ന അയാക്സ് ടീമിൻ്റെ പുതിയ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാൻ ഏവരും കൂടി ഒരു സീക്രട്ട് ബാലറ്റ് നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. വോട്ടെടുപ്പിൽ പീറ്റ് കൈസർ രണ്ടാമതുണ്ടായിരുന്ന താരത്തിനേക്കാൾ ഒരു വോട്ടധികം നേടി വിജയിച്ചു. ബട്ട് ഇറ്റ് വാസ് അയാക്സ് ഓൺ ഹിസ്റ്ററി ദാറ്റ് ചേഞ്ച്ഡ് ദാറ്റ് 1 വോട്ട് ആൻഡ് വിക്ടറി. കാരണം പീറ്റ് കൈസറിനു വേണ്ടി ഏവരും വോട്ട് നൽകിയപ്പോൾ അവിടെ പരാജയപ്പെട്ടത് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഫുട്ബോളർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഫുട്ബോൾ, സാക്ഷാൽ യോഹാൻ ക്രൈഫ് ആയിരുന്നു. അയാക്സിൻ്റെ ഹിസ്റ്ററിയിലും ഡച്ച് ഫുട്ബോൾ ചരിത്രത്തിലും ലോക ഫുട്ബോളിലും തൻ്റെ കാൽ കൊണ്ട് പ്രകമ്പനം തീർത്ത യോഹാൻ ക്രൈഫിനെ തന്നേക്കാൾ തൻ്റെ സഹകളിക്കാരൻ ഈ ഒരു ബാലറ്റിൽ അധികം വോട്ട് ലഭിച്ചത് അപമാനമായും വഞ്ചനയായും അനുഭവപ്പെട്ടു. ക്രൈഫിന് വേണ്ടി കോടാനുകോടികൾ മുടക്കാനും തയ്യാറായി ലോകോത്തര ക്ലബ്ബുകൾ വലയെറിയുന്ന സമയവും കൂടിയായിരുന്നതിനാൽ തന്നെ ആ കാലത്ത് പ്രത്യേകിച്ചൊന്നും എടുത്തു കാണിക്കാനില്ലാത്ത ബാഴ്സയിലേക്ക് അയാക്സിൽ നിന്ന് രോഷാകുലനായി ചേക്കേറുകയായിരുന്നു. പിന്നീട് ബാഴ്സലോണ സാക്ഷ്യം വഹിച്ചത് മാന്ത്രികതയുടെ ഒരു യുഗമായിരുന്നു. എവരി മൊമെൻറ്റുകളിലും അവിടെ മാന്ത്രികത വസിച്ചുകൊണ്ടിരുന്നു. അയാക്സ് ആണെങ്കിൽ ആ പഴയ കാലഘട്ടത്തിൻ്റെ മാന്ത്രികത വീണ്ടെടുക്കുന്നതിൽ പരാജയപ്പെട്ടു. അന്നു മുതൽ ദേ ഹാവ് ബീൻ സ്റ്റക്ക് ഇൻ എ റോട്ട്.